ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം, അപ്പോൾ നമുക്കിന്നൊരു ലഞ്ച് തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാനിതിലോ ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ചോറിന് ആവശ്യമായ അരി കഴുകിയെടുക്കുവാണ്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുവാണേ. ഒരു 10-12 മിനിറ്റ് തിളച്ച ശേഷം ഞാനത് റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. നമുക്കിനി ചെമ്മീൻ തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അരപ്പിനാവശ്യമായ തേങ്ങ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇളം ഗോൾഡ് നിറമാകുമ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്ത തേങ്ങയിലോട്ട് എരിവിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു 3 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി തീയലിനാവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്കേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുക്കാം. കഴുകിയെടുത്ത വെള്ളരിക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കറിച്ചട്ടി എടുത്ത് കഴുകി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുവാണ്. നന്നായിട്ട് ചൂടായി വന്ന ചട്ടിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. വഴന്ന് വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെള്ളരിക്കയും തക്കാളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. വെന്ത വെള്ളരിക്കയിലോട്ട് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് നമുക്ക് ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി പുളി പിഴിഞ്ഞത് ഒന്നൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു മിക്സീൻ്റെ ജാറെടുത്ത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ടിട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് തിളച്ച് വന്ന ചെമ്മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് ചെമ്മീനും വെള്ളരിക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് തോരത്തിന് എടുത്തിരിക്കുന്നത് ബീൻസാണ്.
ബീൻസൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണേ. അപ്പോൾ കഴുകിയെടുത്ത ബീൻസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല, ഞാൻ കൈകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ ബീൻസും ഒരു സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ബീൻസ് തട്ടിക്കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ബീൻസ് തോരത്തിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാം. അല്പം തേങ്ങ, അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം. എന്നിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുവാണേ. അപ്പോൾ അരപ്പും ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന തേങ്ങയൊക്കെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണേ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീൻസ് ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരപ്പ് തട്ടി കൊടുക്കാം. അരപ്പ് തട്ടി അല്പം മിക്സീൻ്റെ ജാറ് കഴുകിയ വെള്ളവും ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുവാണ്. നമ്മുടെ ബീൻസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചു. അപ്പോൾ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനടുത്ത കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുവാണേ. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. തറയൊക്കെ ഒന്ന് അടിച്ചു വാരി മാറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറും ബീൻസ് തോരനും നല്ല വറുത്തരച്ച ചെമ്മീൻ തീയലുമായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.